വിശുദ്ധ കാർലോയുടെ അമ്മയുമായി കൂടിക്കാഴ്ച നടത്തി അഭിവന്യ ആന്റണി വാലിങ്കൽ പിതാവ്. 2025 സെപ്റ്റംബർ 7-ാം തീയതിയാണ് വിശുദ്ധ കാർലോ അക്വിറ്റസിന്റെ നാമകരണം നടന്നത്. അതിന്റെ തലേദിവസം സെപ്റ്റംബർ 6-ാം തീയതി റോമിലെ നോർത്ത് അമേരിക്കൻ കോളേജിൽ വെച്ച് കാർലോയുടെ കുടുംബത്തെ കാണുവാനുള്ള ഭാഗ്യം വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ അഭിവന്യ ആന്റണി വാലിങ്കൽ പിതാവിന് ലഭിച്ചു. വിശുദ്ധ കാർലോയുടെ പിതാവ് ആൻഡ്രിയ അക്വിറ്റസും സഹോദരൻ മിഷേലും സഹോദരി ഫ്രാൻസിസ്കയും ഒപ്പമുണ്ടായിരുന്നു. കാർലോയുടെ മരണശേഷം ജനിച്ചവരാണ് സഹോദരനും സഹോദരിയും. വിശുദ്ധ കാർലോയുടെ അമ്മ അന്റോണിയോ സൽസാനോ ആന്റണി വാലിങ്കൽ പിതാവിനോട് ആദ്യം പറഞ്ഞ ഒരു കാര്യം വിശുദ്ധി എല്ലാവർക്കും സാധ്യമാണ് എന്നുള്ളതാണ് കാർലോ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നാണ്. ചെറുപ്പം മുതൽ തന്നെ കാർലോ ദൈവത്തിന്റെ സ്നേഹത്താൽ പ്രത്യേകമായി പ്രേരിതനായിരുന്നു. ആദ്യ കുർബാന സ്വീകരണത്തിന്റെ അവസരത്തിൽ അവൻ ദിവ്യകാരുണ്യം സ്വീകരിച്ച് ദിവ്യകാരുണ്യനാഥനിൽ ലയിച്ചിരുന്നത് തന്നെ തന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി എന്ന് അമ്മ പറഞ്ഞു. തന്റെ ജീവിതത്തിൽ ഒരു സമയം പോലും കാർലോ പാഴാക്കിയിട്ടില്ല. കളിക്കുവാനായിട്ട് 1 മണിക്കൂർ സമയം കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്തിൽ ദേവാലയത്തിൽ ചെന്ന് പതിവായി ദിവ്യകാരുണ്യ ഈശോയെ പ്രത്യേകമായിട്ട് കണ്ട് ആരാധിക്കുവാൻ അവൻ പരിശ്രമിച്ചിരുന്നു. എപ്പോഴും എല്ലാവരോടും സ്നേഹത്തോടുകൂടി പെരുമാറുന്ന പ്രകൃതമായിരുന്നു കാർലോയുടേത്. പാവപ്പെട്ടവരെ കാണുമ്പോൾ പ്രത്യേക താല്പര്യത്തോടെ കാർലോ അവരെ ആശ്ലേഷിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ദിവ്യകാരുണ്യമാണ് സ്വർഗത്തിലേക്കുള്ള ഏക വഴിയെന്ന് എല്ലാവരോടും ആവർത്തിച്ച് അനുസ്മരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു വിശുദ്ധ കാർലോ. ദിവ്യകാരുണ്യ ഈശോയോടുള്ള സ്നേഹാധിക്യത്താൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഒത്തിരി സമയം കാർലോ ചെലവഴിച്ചു. ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നേരിട്ട് കാണാൻ ഈ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ കൊണ്ടുപോകാൻ കാർലോ പറഞ്ഞിരുന്നുവെന്നും അന്റോണിയോ പറഞ്ഞു. ദിവ്യകാരുണ്യ ഈശോയുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് കൂടി പകർന്നു നൽകുന്നതിന് വേണ്ടിയാണ് ലോകത്തെമ്പാടും നടന്നിട്ടുള്ള എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെയും ചേർത്ത് യുക്കറിസ്റ്റിക് മിറക്കിൾസ് എന്ന വെബ്സൈറ്റ് കാർലോ ഉണ്ടാക്കിയതെന്നും തന്റെ മകന്റെ ഭക്തി നേരിട്ട് കണ്ടറിഞ്ഞതാണ് താനും ദിവ്യകാരുണ്യ ഈശോയോടുള്ള വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെട്ടതെന്നും അമ്മ പറഞ്ഞു. കേരളത്തിൽ കാക്കനാട് പള്ളിക്കരയിൽ വിശുദ്ധ കാർലോ അക്വിറ്റസിന്റെ നാമധേയത്തിൽ സെപ്റ്റംബർ 7-ാം തീയതി ഒരു പള്ളി വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് ആശീർവദിക്കുന്നുണ്ട് എന്ന് ആന്റണി പിതാവ് കാർലോയുടെ അമ്മയോട് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ അമ്മ ചിരിച്ചുകൊണ്ട് അത് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായിരിക്കുമല്ലോ എന്ന് തിരിച്ചു ചോദിക്കുകയും അവരുടെ കയ്യിലുണ്ടായിരുന്ന 3 തിരുശേഷിപ്പുകൾ അഭിവന്യ ആന്റണി വാലിങ്കൽ പിതാവിന് സമ്മാനമായി നൽകുകയും ചെയ്തു. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ മെത്രാന്മാരായി അഭിഷേകം ചെയ്യപ്പെടുന്നവർക്കായി വത്തിക്കാനിൽ എല്ലാ വർഷവും നടന്നുവരുന്ന പ്രത്യേക പരിശീലന പരിപാടിയുടെ ഭാഗമായ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് അഭിവന്യ ആന്റണി വാലിങ്കൽ പിതാവ് റോമിൽ പോയത്.